ദൃശ്യങ്ങളിലുണ്ട്. അതായത് ഈ ഡോക്ടർമാരുടെ സംഘമടക്കം ഹൃദയം കൊണ്ട് പുറത്തേക്ക് വരുന്നു. കേസോട്ടയുടെ വാഹനം സജ്ജമാണ്. ആ ബോക്സാണ് നമ്മൾ കാണുന്നത്. ആ ബോക്സിലേക്ക് ഹൃദയം മാറ്റുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അത് മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നിന്നത് കേസോട്ടയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അടക്കം നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. അതായത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഹൃദയം സർക്കാർ ആശുപത്രിയിൽ തന്നെ ഹൃദയം മാറ്റിവെക്കുന്നു. അതായത് ദാതാവടക്കം റെഡിയായിരിക്കുന്നു. ശരി അലക്സ്, നമുക്ക് മനീഷ് മഹിവാലിലേക്ക് കൂടെ പോകാം. മനീഷ എയർ ആംബുലൻസിന് സമീപമാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ മിടിക്കുന്ന ഹൃദയവുമായി കാർ എയർ ആംബുലൻസിനരികത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ആ എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് തിരിക്കും, അല്ലെ? ഇപ്പോൾ സമയം കൃത്യം 2 മണിയായിട്ടുണ്ട്. 2 മണിക്കാണ് ഇപ്പോൾ ഈ ജീവൻ തുടിക്കുന്ന ഹൃദയവുമായി അല്പസമയത്തിനകം തന്നെ ഈ എയർ ആംബുലൻസിൽ നിന്നും അത് പറന്ന് ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ടത് 2 ജില്ലകൾ കടന്ന് ഏകദേശം 200 കിലോമീറ്റർ കടന്ന് അത് എറണാകുളം ജില്ലയിലെ ഹയാത്തിലേക്ക് എത്തും. ഹയാത്തിലേക്ക് എത്തിയ ശേഷം റോഡ് മാർഗം അവിടെ നിന്ന് 3.5 കിലോമീറ്റർ മാത്രമാണ് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിലേക്കുള്ള ദൂരം. അങ്ങനെ അവിടെ ഉച്ചയ്ക്ക് ഏകദേശം 2:45 മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഈ വർഷം ഇത് 24ാമത്തെ അവയവദാനം കൂടിയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന വലിയ പ്രത്യേകതയുണ്ട്. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും മിടിക്കുന്ന ഹൃദയവുമായി കൊല്ലം സ്വദേശി ചിറക്കൽ സ്വദേശിയായ അപകടത്തിൽ വസക്കമരണം സംഭവിച്ച ഷിബുവിന്റെ ഹൃദയം മിടിക്കുന്ന ഹൃദയവുമായി വൈദ്യസംഘം എയർ ആംബുലൻസിൽ ഹെലികോപ്റ്ററിൽ പറന്നു വരികയാണ്. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ ഹെലിപ്പാഡാണ് ലക്ഷ്യം. അവിടെ കൊച്ചിയിൽ ദുർഗ എന്ന നേപ്പാൾ സ്വദേശിനി 23-കാരി കാത്തിരിക്കുന്നത്. എയർ ആംബുലൻസ് ഇപ്പോൾ ഇതാ കൊച്ചിയിലേക്കായി എത്തിയിരിക്കുന്നു. ഹയാത്തിലെ ഹെലിപാഡിലേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് നമ്മളുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച നാഴികക്കല്ലാണ്. കാരണം ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ എന്ന വലിയ ദൗത്യത്തിന്റെ തുടക്കമാണിത്. ഇപ്പോഴിതാ ആ എയർ ആംബുലൻസ് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഹയാത്തിന്റെ ഹെലിപാഡിൽ നിരം തൊട്ടിരിക്കുന്നു. ഇനി ഇവിടെ നിന്നും 4 കിലോമീറ്റർ 3.9 കിലോമീറ്റർ മാത്രമാണ് ജനറൽ ആശുപത്രിയിലേക്കുള്ള ദൂരം. അവിടേക്ക് ഉള്ള ആംബുലൻസുകൾ ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞു. ആ ആംബുലൻസിൽ ഇപ്പോൾ കണക്കാക്കുന്നത് 4 മിനിറ്റാണ്. വെറും 4 മിനിറ്റ് കൊണ്ട് 3.9 കിലോമീറ്റർ എന്നുള്ളതാണ്. അവിടേക്കുള്ള എല്ലാ വഴികളും പൂർണ്ണമായും പോലീസ് സജ്ജീകരിച്ചിരിക്കുന്നു. പോലീസുകാരെ ആ വഴികളിലൊക്കെ തന്നെ വിന്യസിപ്പിച്ചിരിക്കുന്നു. അവിടേക്ക് എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് ആംബുലൻസ്. അതിനുള്ളിൽ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ആ 22-കാരി നേപ്പാൾ സ്വദേശിയാണ്. 1 വർഷമായി അവർ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പലവിധത്തിലുള്ള നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതിനൊക്കെ തന്നെ ഹൈക്കോടതിയുടെ മുൻപിൽ ആ ഒരു വിധി വരികയും എത്രയും വേഗം ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ആ നിയമങ്ങളിൽ ഒരു മാറ്റം വരുത്തി എത്രയും വേഗം ഇതെത്തിക്കണം എന്നുള്ള ആവശ്യം പറയുകയുമായിരുന്നു. ഇപ്പോഴത്തെ ആംബുലൻസിലേക്ക് ആ ഹൃദയം കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇനി 5 മിനിറ്റ് ദൂരം മാത്രമാണ് ജനറൽ ആശുപത്രിയിലേക്കുള്ളത്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി, എല്ലാ ഒരുക്കങ്ങളും അവിടെ തയ്യാറായിരിക്കുന്നു. ഇവിടെ നിന്നുള്ള വഴി ഒക്കെ തന്നെ ക്ലിയർ ചെയ്ത് തയ്യാറായി കാത്തിരിക്കുകയാണ്. ഡോക്ടർമാരുടെ സംഘം എല്ലാവരും തന്നെ തയ്യാറായിരിക്കുന്നു. ഉടൻ തന്നെ ആംബുലൻസ് ഇതാ ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. റീജിത്ത്, ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത് പല ഇപ്പോൾ മെഡിക്കൽ കോളേജില് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ എല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ജനറൽ ആശുപത്രിയിൽ, അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സമയമായിരുന്നു ആദ്യം കണക്ക് കൂട്ടിയിട്ടുണ്ടായത്. പക്ഷേ അത്രയും പോലും സമയം എത്താത്ത രീതിയിൽ വലിയ വേഗത്തിൽ തന്നെ, വളരെ വേഗത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഹൃദയം ആശുപത്രി ശസ്ത്രക്രിയ ഡോക്ടർ ജോർജ് ബാലൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഹൃദയവുമായിട്ട് ഡോക്ടർ ആശുപത്രിക്ക് ഉള്ളിലേക്ക് കയറുകയാണ്. ഇനി അതിവേഗത്തിൽ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ, ആദ്യഘട്ട നടപടികൾ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ഇനി മറ്റു നടപടികളിലേക്കും ഇതിന്റെ ഹൃദയം മാറ്റിവെക്കുക ആ ഒരു നടപടിയിലേക്കും ഇനി കടക്കും. എന്തായാലും വളരെ സന്തോഷമുള്ള നിമിഷമാണ്. വളരെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ്. കാരണം ഷിബുവിന്റെ കുടുംബം